പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ല. കേരളത്തിലെ 99% കുട്ടികളുടെയും പ്രശ്നമാണിത്. എത്ര പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അതെന്തായിക്കോട്ടെ എത്ര പഠിച്ചിട്ട് മാർക്ക് കിട്ടാത്തത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മളെ ടെക്നിക്കിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്നാണ്. ഇതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇനി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുക തന്നെ ചെയ്യൂ. നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആക്കേണ്ടത്, പഠിച്ചിട്ടും മാർക്ക് കിട്ടാതിരിക്കുന്ന ആ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഷുവറാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് ഈ ഒരു പരാതി പിന്നെ നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, സോ നമുക്ക് നോക്കാം ആ 6 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അതിൻ്റെ മുന്നേ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ആദ്യത്തെ കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം ഡെയിലി റൈറ്റിംഗ് പ്രാക്ടീസ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെയോ പഠിച്ചെടുത്ത് പോവും അല്ലേ? പ്രത്യേകിച്ച് മാത്സ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ വായിച്ചു പോകുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളതൊക്കെ ഒന്ന് എഴുതി പഠിക്കണം. മാത്സ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് എഴുതി തന്നെ നമ്മൾ പഠിക്കണം. അതുപോലെ കെമിസ്ട്രിയിൽ ഒരു റിയാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ അതൊന്ന് എഴുതി നോക്ക്. ഫിസിക്സിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ഇടയ്ക്കൊന്ന് എഴുതി നോക്ക്. ഇങ്ങനെ എഴുതി പഠിക്കാത്തത് ഒരുപാട് മക്കൾക്ക് പഠിച്ചിട്ട് മാർക്ക് കിട്ടാണ്ടായി പോകുന്നതിന് ഒരു റീസൺ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠന രീതിയിലേക്ക് കൊണ്ടുവരിക. എഴുതി പഠിക്കുക എന്നുള്ള ആ ഒരു സാധനം നിങ്ങൾ കൊണ്ടുവരിക. ഇതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലായ്പ്പോഴും പഠിക്കാതിരിക്കുമ്പോൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പഠിക്കണം എന്ന് വിചാരിച്ചായിട്ടിരിക്കും. അന്നപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പഠിച്ചാൽ നമുക്ക് മടുക്കൂലേ? അങ്ങനെ മടുത്തുകൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല. പിന്നീട് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഇതാലോചിക്കുക, ചടപ്പായിരിക്കും ഉണ്ടാകുക. കാരണം നമ്മൾ മടുത്തായിരിക്കും എണീച്ച് പോയിട്ടുണ്ടാകുക. അങ്ങനെ മടുക്കാൻ വേണ്ടി വെക്കല്ല. നിങ്ങൾ ചെറിയ സെഷനായിട്ട് നിങ്ങളുടെ പഠനത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മാറ്റി വെക്കുക. ഉദാഹരണത്തിന് ഒരു 40 മിനിറ്റ് അല്ലെ പോട്ടെ, ഒരു 40 അല്ലെ 45 മിനിറ്റ്, ഒരു 40 മിനിറ്റ് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് ബുക്ക് അവിടെ പൂട്ടി വെക്കുക. ഒരു 10 മിനിറ്റ് നിങ്ങൾ പാട്ട് കേൾക്കുക, നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും മറ്റ് എൻ്റർടൈൻമെൻറ്റിലേക്ക് മാറുക. എന്നിട്ട് ആ 10 മിനിറ്റ് കറക്റ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, തിരിച്ചു വരിക, 40 മിനിറ്റ് പഠിക്കുക. ഇങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ മാർക്കിനെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ്. ഇതാണ് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കുട്ടികൾ എന്തൊക്കെയോ അങ്ങ് പഠിച്ചു പോകുന്നു. പക്ഷെ ഇവർക്ക് എക്സാമിന് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക എന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന രീതിയിലായിരിക്കില്ല എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ അവിടെ ഏതൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ആ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാം. അതിന് നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് PYQ. മുൻ വർഷങ്ങളിൽ എന്താണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഐഡിയ നമുക്കില്ലെങ്കിൽ നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾ എജുപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെ അടിയിൽ അതുവരെ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച സകല സാധനവും PYQ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എജുപോർട്ടിൻ്റെ ബാച്ചിലുള്ള കുട്ടികൾക്ക് അത് അറിയാം. ഇല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, എജുപോർട്ടിൻ്റെ ബാച്ചിലേക്ക് വാ, നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിച്ചങ്ങ് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ PYQ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നിങ്ങൾക്ക് ബാച്ചിൽ കയറാൻ അത്രയും നമ്മൾ വളരെ അഫോർഡബിൾ പ്രൈസിനാണ് ഇത് സെറ്റ് ചെയ്തതെങ്കിലും നിങ്ങൾക്ക് അതിനും അത്രയും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എവിടുന്നെങ്കിലുമൊക്കെ PYQ ഒക്കെ സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്യണം. നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ഓപ്ഷനേ അല്ല. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാവണം. ബയോളജിക്ക് ഒന്ന്, ഫിസിക്സിന് ഒന്ന്, കെമിസ്ട്രിക്ക് ഒന്ന്, മാത്സിന് ഒന്ന്, അങ്ങനെ ഒന്നും ഞാൻ പറയില്ല. ഒരൊറ്റ ബുക്ക് ആയാൽ മതി. ഒരൊറ്റ 200 പേജിൻ്റെ ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ആ ബുക്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നോ, ചില പ്രോബ്ലംസ് ഉണ്ട്. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ ഡിഗ്രി പഠിക്കുന്ന ഒരു ടൈമിൽ ഞാൻ എത്ര ചെയ്താലും ഒരു സാധനം എന്ത് ചെയ്യുന്നു, എന്നോട് ഇങ്ങനെ തെറ്റി പോകാനും. അങ്ങനെ ചില പ്രോബ്ലംസ്, ചില റിയാക്ഷൻസ് കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതായത് നമ്മൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന, എപ്പോഴും തെറ്റിപ്പോകുന്ന, എന്നാൽ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ നമുക്കുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഒരു മിസ്റ്റേക്ക് ബുക്കിലേക്ക് എഴുതി വെക്കുക. നിങ്ങൾക്ക് എപ്പോഴും ബയോളജിയിൽ മറന്നു പോകുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഈ ബുക്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. മാത്സിൽ ഒരു പ്രോബ്ലം ആണ്, ആ പ്രോബ്ലം നിങ്ങളൊന്ന് എഴുതി വെക്കുക. കെമിസ്ട്രിയിൽ ഒരു റിയാക്ഷൻ ആണ്, ആ റിയാക്ഷൻ നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക്
തെറ്റിപ്പോകുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മിസ്റ്റേക്ക് ബുക്കിലേക്ക് എഴുതി വെക്കണം. ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഈ മിസ്റ്റേക്ക് ബുക്ക് ഓപ്പൺ ആക്കുകയും ഇതിലൂടെ നിങ്ങൾ കടന്നു പോവുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പിന്നെന്താ, നമുക്ക് ആ മിസ്റ്റേക്കുകൾ നമുക്ക് പറ്റാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് അത് നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മൾ അടിപൊളിയായിട്ട് അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. സോ മിസ്റ്റേക്ക് ബുക്ക് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് തെറ്റ് വരുന്ന സാധനങ്ങൾ അവിടെ എഴുതി വെക്കുകയും അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും വേണം. നാലാമത്തെ കാര്യം, സാറേ അടുത്തത് പോരട്ടെ, ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യം എന്താണെന്ന് ഒന്നും കൂടെ ഓർക്കുക. നമ്മൾ ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ കേട്ടോണ്ട് കാര്യമില്ല, എന്തൊക്കെയാണെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ വേണം. ഒന്നാമത്തെ കാര്യം എന്താണ്, നിങ്ങൾ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ചെറിയ ചെറിയ സെഷൻസ് ആയിട്ട് നിങ്ങളുടെ സ്റ്റഡി ടൈം നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, PYQ നന്നായിട്ട് ചെയ്യുക. നാലാമത്തെ കാര്യം, മിസ്റ്റേക്ക് ബുക്ക് നിങ്ങൾ ഉണ്ടാക്കുക. അതായത് തെറ്റ് വരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ഒരു സ്ഥലത്ത് എഴുതി വെക്കണം, അത് ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കണം. അഞ്ചാമത്തെ കാര്യമാണ് സ്പേസ്ഡ് റിവിഷൻ. എന്താ സാറേ സ്പേസ്ഡ് റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില കുട്ടികൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മാത്സ് ആയിട്ട് പഠിക്കും, ഒരു 2 മണിക്കൂർ ഇരുന്ന് ഒരു ചാപ്റ്ററിൻ്റെ ഒരുപാട് ഭാഗം ഒരു അടിപൊളിയായിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അത് പൂട്ടി വെക്കും. പിന്നെ ആ ചാപ്റ്റർ നോക്കുന്നത് മാത്സ് എക്സാമിൻ്റെ തലേന്നായിരിക്കും. ഈ കുട്ടിക്ക് ഒന്നും അറിയണ്ടാവില്ല. അതായത് ഓൾറെഡി ആ കുട്ടി പഠിച്ചതാ, പക്ഷെ ആ കുട്ടിക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, മറന്നു പോകും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്, പഠിച്ചത് മറന്നു പോകുന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താ ചെയ്യുക? എടാ ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് പറയല്ലേ, അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു മാത്സിൻ്റെ ഒരു ചാപ്റ്റർ എടുക്കാൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അതൊന്ന് റിവിഷൻ നടത്തിയിട്ടാണ് ഇങ്ങോട്ട് നിങ്ങൾ ക്ലാസ് എടുക്കാൻ വരുന്നത്. ഇത്രയും തവണ ഒരു ചാപ്റ്റർ എടുത്ത എന്നോട് ആ ചാപ്റ്ററിലെ പല സാധനങ്ങളും മറന്നു പോകുന്നുണ്ടെങ്കിൽ, റിവിഷൻ നടത്തിയാലേ അതെനിക്ക് ഓർമ്മ കിട്ടൂ എന്നാണെങ്കിൽ, ഈ ചാപ്റ്റർ ആദ്യമായിട്ട് പഠിക്കുന്ന നിങ്ങൾ ഇത് ആദ്യമായിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയെന്ന് വിചാരിച്ച് അത് റിവിഷൻ നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ റിവിഷൻ നടത്തണം. വെറുതെ റിവിഷൻ അല്ല, സ്പേസ്ഡ് റിവിഷൻ. നിങ്ങൾ ഇന്നിപ്പോൾ മാത്സിൽ ഒരു ടോപ്പിക്ക് പഠിച്ചെന്ന് വിചാരിക്കുക. ടുഡേ എന്ത് ചെയ്തു, ഒരു ടോപ്പിക്ക് പഠിച്ചെന്ന് വിചാരിക്കുക. മാത്സിൽ ടുഡേ എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ എഴുതുന്നു. ടുഡേ നിങ്ങൾ മാത്സിൽ എന്ത് ചെയ്തു, ഒരു ടോപ്പിക്ക് പഠിച്ചു. അങ്ങനെയെങ്കിൽ കറക്റ്റ് നിങ്ങളിത് നോട്ട് ചെയ്യണം. കറക്റ്റ് 2 ദിവസം കഴിഞ്ഞിട്ട് ആ ടോപ്പിക്ക് നിങ്ങളൊന്ന് റിവിഷൻ നടത്തണം. ഇത് കഴിഞ്ഞിട്ട് കറക്റ്റ് 7 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു ടോപ്പിക്ക് ഒന്ന് റിവിഷൻ നടത്തണം. അതായത് ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞാൽ അതൊന്ന് റിവിഷൻ നടത്തുക. അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ റിവിഷൻ നടത്തുക. ഈ രീതിയിൽ റിവിഷൻ നടത്തി നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ മറന്നു പോവില്ല. അഞ്ചാമത്തെ മെയിൻ കാര്യം എന്താണ്, സ്പേസ്ഡ് റിവിഷൻ. ഒരു സാധനം പഠിക്കുന്നു, അങ്ങനെയെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് അത് വീണ്ടും എടുത്തു നോക്കുക, ഒരാഴ്ച കഴിഞ്ഞ് അത് വീണ്ടും എടുത്തു നോക്കുക. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ അത് പതിഞ്ഞിരുന്നോളും. ആറാമത്തെ കാര്യമാണ് എന്ത്, എല്ലാവരും പഠിക്കാനിരിക്കും. ഇപ്പോഴത്തെ മക്കളൊക്കെ എവിടുന്നാണ് പഠിക്കുന്നത്? ഫോണിൽ നോക്കിയിട്ടാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും PDF റെഫർ ചെയ്യാണ്ടാവും, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഫോണിലേക്ക് ഉണ്ടാകുക. പക്ഷേ ഈ ഫോണിൽ അല്ലെങ്കിൽ ഫോണിലേക്ക് ക്ലാസ് കാണുന്നുണ്ടാകുക, ജുപ്പോട്ടിൻ്റെയോ വേറെ ഏതിൻ്റെയോ ഒക്കെ ക്ലാസ് ഫോണിലേക്കും കാണുന്നുണ്ടാകുക. അപ്പോൾ ഫോണിൽ ക്ലാസ് കാണുമ്പോൾ എന്താണ്, ഇൻസ്റ്റഗ്രാമിൽ ഫാത്തിമ സെൻഡ് എ റിക്വസ്റ്റ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട് എന്തെങ്കിലും ഒരു മെസ്സേജ്, അല്ലെങ്കിൽ വേറെ എന്താ പറയുക ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന്, വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരു മെസ്സേജ്, സ്നാപ്ചാറ്റ് എന്നൊരു മെസ്സേജ്, അല്ലെ വേറെ എവിടുന്നെങ്കിലും മെസ്സേജ്, വേറെ സ്വിഗ്ഗിൻ്റെ നോട്ടിഫിക്കേഷൻ, നിങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നോ, ഇങ്ങനെയൊക്കെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അമ്മൻ്റെയും ഉമ്മൻ്റെയും ഒക്കെ ഫോണിലായിരിക്കും. അപ്പോൾ അമ്മായിയോ ആൻറ്റി ആരെങ്കിലും ഒക്കെ വിളിക്കും. അപ്പോൾ അവിടെ നിങ്ങളുടെ ഫ്ലോ പോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾ യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഓൺ ആക്കി ഇടുക എന്നുള്ളതാണ്. ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഓൺ ആക്കി ഇടുക. ആൻഡ്രോയിഡിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്. ഐഫോണിൽ എങ്ങനെയായിരുന്നു എന്നോട് മറന്നുപോയി, ഇങ്ങനെ ഒരു ചന്ദ്രൻ്റെ ചിഹ്നം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഓൺ ആക്കിയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നോട്ടിഫിക്കേഷൻ വരൂല. നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടേക്കാം. ചിലപ്പോൾ അപ്പുറത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടാവും, ഗ്രൂപ്പിൽ മെസ്സേജ്, അത് ഇതൊന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരൂല. നിങ്ങൾ സമാധാനമായിട്ട് ഇതിങ്ങനെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകില്ല എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത്. ഈ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടത് അതാണ് അല്ലേ. നമ്മൾ ഫോൺ നോക്കിയാൽ പഠിക്കുക. അപ്പോൾ ഫോണിൽ ഇങ്ങനെ പലതും നടക്കും. അതൊക്കെ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ വഴിക്കാൻ പോകും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാണ്ടിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുമ്പോൾ നിങ്ങൾ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് നിങ്ങൾ ഓൺ ആക്കിയിടണം. ഇതാണ് ആറാമത്തെ കാര്യം. അങ്ങനെയെങ്കിൽ ഏഴാമത്തെയും ഏറ്റവും ലാസ്റ്റിലത്തെയും കാര്യത്തിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. ഏഴാമത്തെ നിങ്ങളെ മൈൻഡ് സെറ്റാണ്. അതായത്
ഇതെനിക്ക് കിട്ടൂല, ഇതെനിക്ക് നടക്കൂല എന്നുള്ള സാധനം നിങ്ങളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അത് വിശ്വസിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾക്കിത് ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല. ഏത് തമ്പുരാൻ വന്ന് ക്ലാസ് എടുത്താലും നിങ്ങൾക്കൊന്നും മനസ്സിലാവാനും പോകുന്നില്ല. എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്കൊന്നും മാർക്ക് കിട്ടാനും പോകുന്നില്ല. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത നമ്മളൊന്ന് മാറ്റണം. എനിക്കിതൊന്നും നടക്കൂല, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റൂല, എനിക്കതിനുള്ള കഴിവില്ല, അതില്ല, ഇതില്ല. ഈ ഒരു സാധനം നമ്മൾ മാറ്റണം. ഈ ഒരു സെൽഫ് എന്താ പറയുക, ആ ഒരു സെൽഫ് ടോക്ക് നമ്മുടെ ഉള്ളിലുണ്ടാവും. എനിക്ക് പറ്റൂല, അതാക്കൂല. ആ സാധനം നമ്മൾ എടുത്തു മാറ്റിയിട്ട് എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റൂ, എനിക്കിത് പഠിക്കാൻ പറ്റൂ, എനിക്കിത് മനസ്സിലാക്കാൻ പറ്റൂ, ഞാൻ എഫേർട്ട് ഇടൂ, ഞാൻ സ്കോർ ചെയ്യൂ, ഞാൻ ടോപ്പർ ആവും എന്നുള്ളതൊക്കെ ഒരു പ്രതീക്ഷ നിങ്ങൾ ഉള്ളിലിടേ. ആ നെഗറ്റീവ് സാധനങ്ങളൊക്കെ ഒഴിവാക്കി എനിക്കിത് പറ്റും എന്നുള്ളൊരു ഹോപ്പ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ അങ്ങ് പറ്റും. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 7 കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 100% ഉറപ്പാണ് പിന്നെ ഒരു കുട്ടി പോലും ഈ കംപ്ലൈൻറ്റ് പറയൂല. ഏത് കംപ്ലൈൻറ്റ് സാറേ? എത്ര പഠിച്ചിട്ടും മാർക്ക് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ്. സോ ഇനി എത്ര പഠിച്ചാലും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ. ഓക്കെ ആണല്ലോ? സോ ഞാൻ തുടക്കത്തിൽ 6 കാര്യം എന്നായിരുന്നു പറഞ്ഞത്. 7 കാര്യം എന്ന് തന്നെയല്ലേനോ? ഓക്കെ. ഓക്കെ. അങ്ങനെയെങ്കിൽ മക്കൾസ് എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് എത്രയും പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ ആണല്ലോ? സോ കാണാം. ബൈ.